Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കല്യാണ തലേദിവസം ഉണ്ടാക്കുന്ന അങ്കമാലി സ്റ്റൈലിൽ ഏത്തക്കായ ഇട്ട് വെക്കുന്ന ബീഫ് കറിയാണ്. തൃശ്ശൂർ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കല്യാണത്തിന്റെ തലേദിവസം നമ്മളൊരു സ്പെഷ്യൽ ബീഫ് കറി ഉണ്ടാക്കാറുണ്ട്. സാധാരണ ഇതിന് വെട്ടുകൂട്ട് കറി എന്നാണ് നമ്മളുടെ ലോക്കലായിട്ട് ചാലക്കുടി ഏരിയ അല്ലാന്നുണ്ടെങ്കിൽ അങ്കമാലി ഏരിയയിൽ പറയുന്നത്. ഇതിന്റെ ഒരു ടേസ്റ്റ് പിറ്റേ ദിവസം നമ്മുടെ കല്യാണത്തിന് വിളമ്പുന്ന ബീഫ് ഫ്രൈയെക്കാളും നല്ല അടിപൊളി ഫ്ലേവർ ഉള്ള നല്ലൊരു ബീഫ് കറിയാണ്. ഇതൊരു ബീഫ് കറി എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇതിന്റെ ഗ്രേവി നല്ല തിക്ക് കൺസിസ്റ്റൻസിലുള്ള ഒരു സെമി ഗ്രേവി ടൈപ്പ് ഉള്ളൊരു ഡിഷാണിത്. അപ്പോൾ ഈ ഒരു ഡിഷ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മളുടെ ചാനലിലൂടെ നമുക്കിന്ന് കാണാം. നമ്മളുടെ ഈ ഡിഷിന് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഐറ്റംസ് എല്ലാം നമുക്കിത് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. ആദ്യമായി തന്നെ 400 ഗ്രാം ഒനിയൻ, ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ള 4 ഒനിയൻ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. അടുത്തതായി 300 ഗ്രാം ടൊമാറ്റോ, ഇല്ലാന്നുണ്ടെങ്കിൽ വലിപ്പമുള്ള 2 ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. നല്ല മൂത്ത 1 കിലോ ഏത്തക്കായ തൊലി പീലി ചെയ്ത് കളഞ്ഞതിന് ശേഷം ചെറുതായി കട്ട് ചെയ്തെടുത്ത് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലേക്കിട്ട് എടുത്ത് മാറ്റി വെക്കാം. അടുത്തതായി സ്റ്റൗ ഓണാക്കി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം കട്ട് ചെയ്ത കായ ഇതിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും 1 ടേബിൾ സ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞളും ഇട്ട് കുക്കാവുന്നവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. കുക്കായെന്ന് ഉറപ്പിക്കാനായിട്ട് ഒരു കഷ്ണം എടുത്ത് ഞെക്കി നോക്കി വെന്തെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അടുത്തായി പ്രഷർ കുക്കർ സ്റ്റൗവിലേക്ക് വെച്ച് കട്ട് ചെയ്ത് കഴുകിയെടുത്ത 2 കിലോ നെയ്യുള്ള ബീഫ് കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം 1.25 ടേബിൾ സ്പൂൺ ഹോം മെയ്ഡ് ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 4 ഗ്രീൻ ചില്ലി, 3 ഇതൾ കറിവേപ്പില, നേരത്തെ ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ചിരുന്ന 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3/4 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഹോം മെയ്ഡ് ഗരം മസാലയുടെ ലിങ്കും അതേമാതിരി തന്നെ ഹോം മെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഈ 2 റെസിപ്പി നിങ്ങളുടെ കുക്കിംഗ് ഈസി ആക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബീഫ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ ലിഡ് വെച്ച് ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും അടുത്ത 2 വിസിൽ സിമ്മറിലും ഇട്ട് ബീഫ് നന്നായിട്ട് കുക്കാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ കുക്കറിൻ്റെ ബ്രാൻഡും സ്റ്റൗവിൻ്റെ ഫ്ലെയിമിൻ്റെ സ്ട്രെങ്ത്തും അനുസരിച്ച് 3 വിസിൽ എന്നുള്ളത് 4, 5, 6 ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുക്കറിൻ്റെ ലിഡ് ഓപ്പൺ ആക്കി ബീഫിൻ്റെ ഒരു പീസ് എടുത്ത് നന്നായി കുക്കായെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഇതെടുത്ത് സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായി ഉരുളി അല്ലാന്നുണ്ടെങ്കിൽ വലിപ്പമുള്ളൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് പാത്രം ചൂടായി കഴിയുമ്പോൾ 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും 3 ഇതൾ കറിവേപ്പിലയും ഇട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒനിയനും 1 ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ട് ഒനിയൻ കുക്കാവുന്നവരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് സോത്ത ചെയ്തുകൊണ്ടിരിക്കാം. നേരത്തെ ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ചിരുന്ന 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 4 ഗ്രീൻ ചില്ലി, നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ടൊമാറ്റോയും ഇട്ട് സോത്ത ചെയ്ത് ഇത് നന്നായിട്ട് കുക്കാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒനിയനും ടൊമാറ്റോയും നന്നായി കുക്കായതിനു ശേഷം ലാഡിൽ കൊണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഇട്ട് ചെറിയ ഫ്ലെയിമിൽ നമ്മളുടെ മസാല കുക്കാവുന്നവരെ സോത്ത ചെയ്തതിന് ശേഷം ടൊമാറ്റോയും ഒനിയനുമായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല നന്നായിട്ട് കുക്കായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് ലാഡിൽ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്തെടുത്ത് മാറ്റി വെച്ചിരുന്ന ഏത്തക്കായ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പോയിന്റിൽ സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്.
ഗൈസ്, നമ്മൾ ഈ ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് ഇപ്പം നോക്കാം. ഇതിൽ മെയിൻ ആയിട്ട് ഞാൻ പറയുന്നത്, നമ്മൾ ബീഫ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ നെയ്യുള്ള ബീഫ് സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് ഫ്ലേവർ കൊടുക്കുന്നത് നമ്മളുടെ ആ ബീഫിന്റെ നെയ്യ് തന്നെയാണ്, ബീഫിന്റെ ഫാറ്റ് ആണ്. അപ്പൊ ഞാൻ ഇന്ന് ബീഫ് സെലക്ട് ചെയ്തപ്പോൾ നല്ല നെയ്യുള്ള ബീഫാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പൊ ഇതിന്റെ ഒരു റേഷ്യോ പറയുകയാണെന്നുണ്ടെങ്കിൽ 850 ഗ്രാം ബീഫ്, ഒരു 150 ഗ്രാം നെയ്യ് വരുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ബീഫിന്റെ ഫാറ്റ് വരുന്ന ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ഡിഷിന്റെ ഫുൾ പൊട്ടൻഷ്യൽ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഡിഷിന്റെ ഫുൾ ഫ്ലേവർ നല്ല ടേസ്റ്റിൽ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. അതുമാതിരി തന്നെ ഞാനിന്ന് ബീഫ് കുക്ക് ചെയ്തത് പ്രഷർ കുക്കറിലാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ബീഫിന്റെ ടഫ്നെസ് അനുസരിച്ച് നമുക്ക് ഒരുപക്ഷെ 4 വിസിൽ അല്ലെങ്കിൽ 5 വിസിൽ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 3 വിസിൽ മതിയാവും. പ്രഷർ കുക്കറിന്റെ ബ്രാൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫ്ലെയിംസിന്റെ സ്ട്രെങ്ത് അനുസരിച്ച് വിസിലുകളുടെ എണ്ണം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഞാനിന്ന് 3 വിസിലാണെന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ഡിസൈഡ് ചെയ്യുക എത്ര ഈ ബീഫ് നന്നായിട്ട് കുക്കാവാനായിട്ട് എത്ര വിസിൽ വേണം എന്നുള്ളത്. അപ്പം നമ്മൾ കായ സെലക്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, നല്ല മൂത്ത കായ തന്നെ സെലക്ട് ചെയ്യുക. നമ്മൾ മൂക്കാത്ത കായ സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കൂടുതൽ കറയുണ്ടാവാനും ആ ഒരു ബിറ്റർനെസ് കൂടുതൽ ഉണ്ടാവാനായിട്ടും ചാൻസ് കൂടുതലുണ്ട്. അപ്പം നല്ല മൂത്ത കായ സെലക്ട് ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി ഫ്രഷായി പൊടിച്ചെടുത്ത 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ പെരുംജീരകം, 3/4 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 3 ഇതൾ കറിവേപ്പിലയും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അങ്കമാലി സ്റ്റൈലിലുള്ള നമ്മളുടെ കായിട്ട ബീഫ് കറി ഇവിടെ റെഡിയായി. ബീഫ് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടുവാനായിട്ട് ഏകദേശം 5 തുടങ്ങി 6 മിനിറ്റ് വരെ നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ബീഫിൽ കുറച്ച് ഗ്രേവി ആയിട്ടാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ 3 തുടങ്ങി 4 മിനിറ്റ് വരെ കുക്ക് ചെയ്താൽ മതി. നമ്മളുടെ ബീഫെല്ലാം നല്ല രീതിയിൽ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗായ്സ്, നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലല്ലാത്ത നിങ്ങളെല്ലാവരും നിങ്ങളുടെ നാട്ടിലും ഈ കല്യാണ തലേദിവസം ഈ ഡിഷ് കുക്ക് ചെയ്യാറുണ്ടോ എന്നുള്ളത് എനിക്കൊന്ന് മെസ്സേജ് അയക്കുക. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഡിഷ് ട്രൈ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെയധികം ഫാസ്റ്റ് ആയിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുമാതിരി തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാവരും ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്ന് അപ്ലോഡ് ചെയ്യുന്ന സെയിം ടൈമിൽ നിങ്ങൾക്ക് വീഡിയോ എൻജോയ് ചെയ്യാനും അതുവഴി പുതിയ ഐഡിയാസ് കിട്ടുവാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി, ആൻഡ് ഐ സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.